സെറ്റ് ചെയ്ത് കേട്ടോ. ആദ്യം തുടങ്ങി ഇന്ന് നമ്മൾ പുതിയതായിട്ട് എടുക്കുന്നത് ക്യാഷ് ബുക്കാണ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞ് ക്യാഷ് ബുക്കാണ്. ആദ്യം ആർട്ട് ഓഫ് 3 അടിച്ച് കമ്പനി ക്രിയേറ്റ് ചെയ്യുക. ആർട്ട് ഓഫ് 3 അടിച്ച് കമ്പനി ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട്സ് ഓൺലി ഉണ്ട്. അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രിയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം എസ്കേപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് കണക്കിൽ എല്ലാ ലെഡ്ജറുകളും അടിച്ചു കൊടുക്കണം. അക്കൗണ്ട്സ് ഇൻഫോ ലെഡ്ജർ ക്രിയേറ്റ്. അർജുൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ അതിൽ ക്യാപിറ്റലാണ് ആദ്യം വരുന്നത്. അത് സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ മൂലധനം ആണത്. 12,000 രൂപയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ലെഡ്ജറിലെ എമൗണ്ട് ഇല്ലാതെയാണ് അടിച്ചു കൊടുക്കുന്നത്. അർജുൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാപിറ്റൽ എന്നാണ്. ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്. പർച്ചേസ് ഗുഡ്സ് പർച്ചേസ് ആണ് അടിച്ചു കൊടുക്കുന്നത്. പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസിന് ഫർണിച്ചർ. പർച്ചേസ് നമ്മൾ ഓൾറെഡി അടിച്ചിട്ടുണ്ട്, പിന്നെ അടിക്കണ്ട. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് സെയിൽസ് ആണ് അടിക്കേണ്ടത്. സെയിൽസ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട്. ഓപ്പൺ ബാങ്ക് അക്കൗണ്ട്. ബാങ്കും ക്യാഷും ആണ് വരുന്നത്. ബാങ്ക് ആണ് അടിക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട്. പർച്ചേസ് ഗുഡ്സ് പെയ്ഡ് ബൈ ചെക്ക്. പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് കൊടുക്കുന്നു. അതിന് പർച്ചേസ് ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് അടിക്കണ്ട. ക്യാഷ് സെയിൽസും അടിച്ചിട്ടുണ്ട്. പെയ്ഡ് ഇൻ ടു ബാങ്ക് അതും അടിച്ചിട്ടുണ്ട്. റിസീവ്ഡ് കമ്മീഷൻ. അപ്പോൾ റെസീറ്റിലാണ് പോകേണ്ടത്. കമ്മീഷൻ അക്കൗണ്ട്. കമ്മീഷൻ അടിക്കി. കമ്മീഷൻ ഇൻഡാറ്റിംഗത്തിൻ്റെ കീഴിൽ. ക്യാഷ് അക്കൗണ്ടിലേക്ക് കമ്മീഷൻ എന്നാണ് അടിക്കേണ്ടത്. ഇൻഡാറ്റിംഗ. ഇനി എസ്കേപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ അക്കൗണ്ട്സ് വൗച്ചർ എടുക്കുക. അക്കൗണ്ടിങ് വൗച്ചർ നമ്മൾ ഓരോ ഇതും ക്വസ്റ്റ്യനിൽ അർജുൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ ആദ്യത്തേത് എപ്പോഴും റെസീറ്റിലായിരിക്കും പോകേണ്ടത്. ഇപ്പോൾ റെസീറ്റ് എൻട്രി അടിക്കുക. റെസീറ്റ് ഇപ്പോൾ ഈ സൈഡിൽ കൂടി കാണിക്കുക. ഈ സൈഡിൽ എല്ലാത്തിൻ്റെയും ഷോർട്ട് കട്ടും ചെയ്തിട്ട് റെസീറ്റ്, ജേണൽ, സെയിൽസ്, പർച്ചേസ്, കോൺട്ര. കോൺട്ര ബാങ്കും ക്യാഷും വന്നത് കോൺട്രയിൽ. റിസീവ്ഡ് എല്ലാം റെസീറ്റിൽ, സെയിൽസ് സോൾഡ് എല്ലാം സെയിൽസിൽ, പർച്ചേസ് എല്ലാം പർച്ചേസിൽ. ഓക്കെ, മനസ്സിലായോ അത്? ഇനി അപ്പോൾ എന്തിൽ പോകണം? ആദ്യം റെസീറ്റിൽ പോകണം. ഫസ്റ്റ് റെസീറ്റിൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ, റെസീറ്റ്. അർജുൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തേക്കും. അർജുൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. ക്യാപിറ്റൽ അടിക്കി. എൻ്റെ എമൗണ്ട് 12,000. ക്യാപിറ്റൽ എൻ്റർ 12,000. ഓക്കെ, അത് ശരിയാ. ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. ക്യാഷ് ശരിയാ, അത് അടിച്ചത് അങ്ങനെ വരുള്ളൂ. ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ 12,000. ഇതിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പോകും. നമ്മൾ പോകേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് എടുക്കണമെന്ന് മാത്രം. പിന്നെ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസിൽ വരണം. അടുത്തത് പർച്ചേസാണ്.
ഓരോരോ വൗച്ചറിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കണം. പർച്ചേസ് ആസ് എ വൗച്ചറിൽ വാ, അടിയിലോട്ട് ആസ് എ വൗച്ചർ. ആസ് എ വൗച്ചർ എൻ്റർ കൊടുക്കുക. പർച്ചേസ് എ ക്വാണ്ടിറ്റി ടു ക്യാഷ്, ക്യാഷ് അടിക്കുക. ക്യാഷും ബാങ്കും മാത്രമേ വരുള്ളൂ. ക്യാഷ് എമൗണ്ട് 6000. എൻ്റർ അടിച്ച് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തോ. അടുത്തതും പർച്ചേസ് ആണ്. പർച്ചേസ് ഫർണിച്ചർ. പർച്ചേസ് എ ക്വാണ്ടിറ്റി ടു ക്യാഷ്. എൻ്റർ ടു ക്യാഷ്, ക്യാഷ് എൻ്റർ അടിക്കുക. എത്രയാണ്? 2000. 2000 എൻ്റർ അടിക്കുക. പർച്ചേസ് എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചോ? അടിക്കില്ലേ? നരേഷനിൽ പേജപ്പെടും. നരേഷൻ എൻ്റർ അടിക്കുക. പർച്ചേസ് ഫർണിച്ചർ. നരേഷനിൽ പർച്ചേസ് ഫർണിച്ചർ എൻ്റർ അടിക്കുക. അക്സെപ്റ്റ് ചെയ്യുക. എൻ്റർ അടിച്ച് അക്സെപ്റ്റ് ചെയ്യുക. അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. എൻ്റർ അടിക്കുക. സെയിൽസിൽ വരണം. നമ്മൾ ഓരോരോ വൗച്ചറുകൾ മാറുന്നതിനനുസരിച്ച് ആസ് എ വൗച്ചറിൽ വാ. എൻ്റർ അടിക്കുക. ബൈ. അപ്പം ക്യാഷ് ക്വാണ്ടിറ്റി ടു സെയിൽസ് എന്നാണ്. അപ്പം ക്യാഷ് ആയിരിക്കും എന്നതാദ്യം. ക്യാഷ് എത്രയാണ് എമൗണ്ട്? 8000. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലേ? 8000 എൻ്റർ അടിക്കുക. 8000 സെയിൽസ്. ക്യാഷ് ക്വാണ്ടിറ്റി ടു സെയിൽസ്. എമൗണ്ട് അടിക്കുക. അക്സെപ്റ്റ് ചെയ്യുക. നരേഷൻ ഇരിക്കോ? നരേഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് അക്കൗണ്ടിൽ ടു സെയിൽസ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ആ ക്വസ്റ്റ്യൻ അതേപടി എമൗണ്ട് അടിക്കുക. ഓപ്പൺ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് നമുക്ക് ക്യാപിറ്റൽ കിട്ടിയതിന് ശേഷം ബാങ്കിൽ ചെന്ന് ഒരു അക്കൗണ്ട് തുടങ്ങി. ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. കോൺട്രയിൽ വാ. കോൺട്രയിൽ വന്നതിന് ശേഷം ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. ആദ്യം ബാങ്ക് ക്യാഷ്. എമൗണ്ട് 5000. എമൗണ്ട് അടിക്കുക. പർച്ചേസ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ചെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ടു ബാങ്ക്. പർച്ചേസിൽ വന്നതിന് ശേഷം പർച്ചേസ് ആസ് എ വൗച്ചറിൽ വാ. പർച്ചേസ് അക്കൗണ്ട് ടു ബാങ്ക്. ബാങ്ക് ടു ബാങ്ക്. ടു എന്ന് പറയുമ്പോൾ ബാങ്കാണ് അല്ലേ? ബാങ്ക്. എമൗണ്ട് 4000. പർച്ചേസ് എൻ്റർ അടിക്കുക. നരേഷനിൽ പർച്ചേസ് ഗുഡ്സ് പെയ്ഡ് ബൈ ചെക്ക്. അപ്പോൾ ചെക്ക് നമ്പർ ഉണ്ടെങ്കിൽ ചെക്ക് നമ്പർ അടിച്ചു കൊടുക്കണം കേട്ടോ. ചെക്ക് നമ്പർ ഉണ്ടെങ്കിൽ ചെക്ക് നമ്പർ അടിച്ചു കൊടുക്കണം. എൻ്റർ അടിക്കുക. അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വന്നത് ക്യാഷ് സെയിൽസ് ആണ്. കോൾ വരുന്നു. ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. പോസ് ചെയ്യാൻ പറ്റില്ല.